ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ റിട്ടയറിംഗ് റൂം ആൻഡ് ഡോർമെറ്ററീസ് കാണാനാണ് പോകുന്നത്. ഇത് ട്രിവാൻഡ്രം സെൻട്രലിലെ ബാക്കിലത്തെ എൻട്രൻസ് ആണ്, പ്ലാറ്റ്ഫോം നമ്പർ 5 എൻട്രൻസ് ആണ്. നമുക്കൊന്ന് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ തിരുവനന്തപുരത്തെ റിട്ടയറിംഗ് റൂം പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ അടുത്ത് തന്നെയാണത്. പ്ലാറ്റ്ഫോം നമ്പർ മെയിൻ എൻട്രൻസ് വഴി പ്ലാറ്റ്ഫോം 1 കയറുന്ന സ്ഥലത്ത് തന്നെ ആണ്. മെയിൻ എൻട്രൻസ് വഴി കയറി വന്നു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസിൽ നിന്ന് ഇതാ ഈ ലെഫ്റ്റിലോട്ടുള്ള സ്റ്റെയർ കേസ് വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത്. മുകളിലാണ് റിട്ടയറിംഗ് റൂം ഉള്ളത്. ഈ സ്റ്റെയർ കേസ് കയറി വന്നാൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ അറ്റൻഡൻസ് ഓഫീസ്. ഇവിടെ വന്ന് വേണം നമ്മുടെ ബുക്കിംഗ് കാണിക്കാൻ. ഇവിടെ എത്ര റൂമുണ്ട്, എന്താ റേറ്റ് എന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൂപ്പർ ഡീലക്സ് ഉണ്ട്, ഡീലക്സ് ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്, ഡോർമെറ്ററി ഉണ്ട്, ഹട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 7 മണിയാണ് ഇവിടുത്തെ ചെക്കൗട്ട് ടൈം. ചെക്കൗട്ട് ടൈം രാവിലെ 7 മണി, വൈകുന്നേരം 7 മണി. ഇതാണ് അറ്റൻഡൻസ് ഓഫീസ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മുടെ റൂം. നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാനാണ്. ലേഡീസും ജെൻസും സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ട്. ഇതാണ് വ്യൂ. എയർ കണ്ടീഷൻഡ് ഹട്ട്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഹട്ട്. ഹട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കുറച്ച് മുറികളുണ്ട്, 8 മുറികളുണ്ട് ഇതിനകത്ത്. ഇതാണ് ഒരു ഹട്ട്. ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്തൊരു റീഡിങ് ടേബിൾ, ചെയർ, അതുപോലെ ഒരു കട്ടിൽ, സിംഗിൾ കട്ടിൽ, ബെഡ്ഷീറ്റും തലേണയും അവർ കൊണ്ടു തന്നു. ഇവിടെ AC ഉണ്ട്, AC ഓണാണ് എപ്പോഴും. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള വിശേഷം. പക്ഷേ ഇതിനൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് താഴെ താക്കോലും തരില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന നേരം പണിയാണ്. ഈ 8 എണ്ണത്തിന് ഇതിനകത്തിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കോംപ്ലക്സും ഉണ്ട്. ടോയ്ലറ്റ് കോംപ്ലക്സ് ഇതാണ്. അതിനകത്ത് 2 ബാത്റൂം, ഒരു വാഷ് ബേസിൻ ഉണ്ട്, ഇതൊരു ബാത്റൂമാണ്. മെയിൻ്റനൻസ് ഒക്കെ ആവറേജാണ്, വൃത്തിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. മെയിൻ്റനൻസ് ആവറേജാണ്. ഇവിടെ ടോയ്ലറ്റ്, ഒരു വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇത് വെസ്റ്റേൺ ആണ്. 2 വെസ്റ്റേൺ ടോയ്ലറ്റ്സും 2 ബാത്റൂമാണുള്ളത്. 2 വാഷ് ബേസിനുണ്ട്, 2 അടുത്തായിട്ട്. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൽ 8 പേർക്കുള്ളതാണ് ഇത് കേട്ടോ. ഈ ഹട്ടുകൾ, ഈ 8 ഹട്ടുകൾ താമസിക്കുന്നവർക്കുള്ളതാണ് ഈ കണ്ട ടോയ്ലറ്റ്. ഹട്ട് കൂടാതെ ഇവിടെ ഡോർമെറ്ററി വേറെ ഉണ്ട്. ഡോർമെറ്ററി ജെൻസ് ക്യാബിൻ, AC നോൺ AC ഉണ്ട്. അങ്ങോട്ട് AC, ഇങ്ങോട്ട് നോൺ AC. ഇതാണ് നോൺ AC ക്യാബിൻസ്. ഇത് ക്യാബിനുകളാണ്. ഇതിൻ്റെ ക്യാബിനുകളാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു ബെഡും ഒരു ടേബിളുണ്ട്. ഇത് ഒറ്റ ദിവസം സീലിംഗ് ഫാൻ വരും എന്നുള്ളതാണ്. ഇങ്ങനത്തെ കുറേ ക്യാബിൻസ് ഉണ്ട് ഇവിടെ. ഇവർക്കുള്ള ടോയ്ലറ്റ് ഇതിനകത്ത് തന്നെയാണ്. ഇവിടെയൊക്കെ ക്യാബിൻസ് ഉണ്ട്. ഇവർക്ക് ഇവിടെയാണ് ടോയ്ലറ്റ്. ഇതാണ് ടോയ്ലറ്റ്. ജനറലി വൃത്തിയുണ്ട്, മോശമൊന്നുമില്ല. ഇപ്പോഴത്തെ AC എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ മറ്റേ സൈഡിലോട്ടാണ് AC. മറ്റേതുപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു കോമൺ AC അവർ വെച്ചിരിക്കുകയാണ് മാത്രം. മറ്റേപോലെ തന്നെ ക്യാബിൻസാണ്. മറ്റേപോലെ തന്നെയാണ് കണ്ടത്. ടേബിളുണ്ട്, ബെഡുണ്ട്, ഫാനുണ്ട്. അത് കൂടാതെ കോമൺ ആയിട്ട് ഒരു 2 AC വെച്ചിട്ടുണ്ട്. 2 വലിയ AC വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 8 എണ്ണം ഉണ്ട്. ഇതിനകത്ത് B1 to B8 ഉണ്ട് ഇതിനകത്ത്. അതുകൂടാതെ ഇവർക്കും ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. 8 അല്ല 9 എണ്ണം ഉണ്ട്. നേരത്തെ കണ്ട അതേ ടോയ്ലറ്റാണ് കേട്ടോ. AC-ക്ക് നോൺ AC-ക്ക് അപ്പോൾ കോമൺ ടോയ്ലറ്റാണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഫെസിലിറ്റി. പുറത്തിറങ്ങി കാണുന്ന വ്യൂ ഇതാണ്. നേരെ കാണുന്ന KSRTC സ്റ്റാൻഡും വലിയ കോറിഡോറും. ഇതാണ് പുറത്തോട്ടിറങ്ങി കാണുന്ന. ഇതൊക്കെ റൂമുകളാണ്. നമ്മൾ ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഒരു റൂം ബുക്ക് ചെയ്യാം. ഇപ്പോൾ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ ലേഡീസിനുള്ള വേറെ ഡോർമെറ്ററി ഉണ്ട്. ലേഡീസിനുള്ള ഡോർമെറ്ററി വേറെ ആയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലെ ഡോർമെറ്ററി ഫെസിലിറ്റീസിനെ പറ്റി കണ്ടല്ലോ. തിരുവനന്തപുരം സെൻട്രലിലെ ഡോർമെറ്ററി ഫെസിലിറ്റീസ് അടിപൊളിയാണ്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. 2 ഓൺലൈൻ റിസർവ് ചെയ്യാൻ പറ്റും. വളരെ ചീപ്പാണ്. അതായത് AC-ക്ക് ഏകദേശം 300 രൂപ അടുത്ത് വരുള്ളൂ ഹാഫ് ഡേക്ക്. നോൺ AC ഏകദേശം 200 രൂപയ്ക്ക് അടുത്ത് വരുള്ളൂ. വളരെ ചീപ്പാണത്. ടാക്സ് അടക്കമാണ് ഈ പറഞ്ഞ റേറ്റ് എല്ലാം. അപ്പോൾ
ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രഷപ്പ് ആവണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉപയോഗിക്കാവുന്നതാണ്, വളരെ ചീപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ ഫോളോ ചെയ്യുക. വീണ്ടും ഇങ്ങനത്തെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.